ഫാദർ ന്യൂസ്റ്റൺസിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആ ആഘോഷത്തോടൊപ്പം ജാതിമത ഭേദമന്യേ മറ്റുള്ളവരും പങ്കാളികൾ ആവുകയാണ്. മലയാളികളും വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് തിരുപ്പിറവിയെ വരവേൽക്കുന്നത്. ഞങ്ങൾ ന്യൂസ് 18 കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ഫാദറിനും ക്രിസ്മസ് ആശംസകളൊപ്പം ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ക്രിസ്മസ് ആശംസകൾ. ഫാദർ, തീർച്ചയായും ഇന്ന് ഈ ദിനത്തിൽ അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ചടങ്ങിൽ, പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ക്രിസ്തുദേവന്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട അടക്കം സംശയങ്ങൾ ഉന്നയിക്കുകയും ചില കോണുകളിൽ നിന്ന് എങ്കിലും എതിർപ്പുകളും വിയോജിപ്പുകളും ഉയരുകയും എന്തിനാണ് ക്രിസ്മസ് തന്നെ ആഘോഷിക്കുന്നത് എന്ന ചോദ്യം ഉയരുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച്, ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഫാദറിന് എന്താണ് ആമുഖമായി പറയാനുള്ളത്? സന്ദേശം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ ദൈവം തന്നോട് ചേർത്ത് നിർത്തുക, തന്റെ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്തുവാൻ, തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവിക കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നതാണ്. സത്യത്തില് ക്രിസ്മസിന്റെ ആത്മീയമായ സന്ദേശം അതിലെല്ലാം ഓരോ മനുഷ്യനും വളരെ പ്രധാനപ്പെട്ടവനാണെന്നും, ഓരോ മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും, ഓരോ മനുഷ്യനും ബഹുമാനിക്കപ്പെടേണ്ടവനാണെന്നും സ്നേഹിക്കപ്പെടേണ്ടവനാണെന്നുമുള്ള സന്ദേശമാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദൈവം മനുഷ്യനായി പിറന്നു എന്ന് തന്നെയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യരൊരുവനായി എന്നതാണ്. അങ്ങനെ പിറക്കാൻ വന്ന ദൈവത്തിന് ഈ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉന്നത കുലജാതരായിട്ട് പിറക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ദൈവം ബോധപൂർവം തെരഞ്ഞെടുത്ത അവിടുത്തെ പദ്ധതി അനുസരിച്ചുള്ള ജന്മം എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരനായി തിരിച്ചു. ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള വ്യക്തിയെ പോലും ഉന്നതങ്ങളിലേക്ക് വളർത്തിയെടുക്കുവാൻ ഉന്നതനായ ദൈവം താഴ്ന്നിറങ്ങി എളിമയോടെ, കരുണയോടെ, ആർദ്രതയോടെ മനുഷ്യരിലേക്ക് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ക്രിസ്തുമസിന്റെ സന്ദേശം തന്നെയാണ് ഓരോ ക്രൈസ്തവനും ജീവിതത്തില് പാലിക്കേണ്ടത്, ജീവിതത്തില് പ്രാവർത്തികമാക്കേണ്ടത്. സത്യത്തിലെ ഈ മിഷൻ അല്ലെങ്കിൽ സുവിശേഷം എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ ഉന്നതി, അവരുടെ നന്മ, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഈ മിഷൻ പ്രവർത്തനം എന്നൊക്കെ പലരും കുറ്റപ്പെടുത്തി പറയാറുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, സമൂഹത്തിന് വിലയില്ലാത്ത മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ സമൂഹത്തിന് പ്രധാനപ്പെട്ടവരാണ്, നിങ്ങളും മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസം നേടുവാനും സമൂഹത്തിലെ എല്ലാ ശ്രേണികളിലും പ്രവർത്തിക്കുവാനും അവകാശമുള്ളവരാണ്. നിങ്ങളുടെ ഭൗതിക അവകാശങ്ങള് പ്രധാനപ്പെട്ടതാണ്, മാനുഷിക അവകാശങ്ങള് നിങ്ങൾക്കും ഉള്ളതാണ്. അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നത് സ്വാഭാവികമാണ്. വർഷങ്ങളായി, കാലങ്ങളായി ചിലരെ അടിമകളായി, എന്തിന്റെ പേരിലാണ്? അത് വർണ്ണത്തിന്റെ പേരിലാണേലും, ജാതിയുടെ പേരിലാണേലും, സമൂഹത്തിലെ സാമ്പത്തിക സ്ഥിതിയുടെ പേരിലാണേലും അടിമകളാക്കി തങ്ങളുടെ ആശ്രിതരാക്കി നിലനിർത്തിയിരുന്ന വ്യക്തികൾക്ക് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരിക്കാം. പക്ഷേ ആത്യന്തികമായി മനുഷ്യകുലത്തിലുള്ള എല്ലാവർക്കും വിലയുണ്ട് എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചു പറയാനാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാവരും പരിശ്രമിക്കുന്നത്. സത്യത്തിൽ ക്രിസ്തുമസ് ഇന്ന് ലോകത്തിലുള്ള എല്ലാവരുടെയും ഒരു ആഘോഷമാണ്. അതൊരു മതത്തിന്റെ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. യേശുക്രിസ്തു ജനിച്ചപ്പോഴേ മാലാഖമാർ പാടി എന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. ഈ എവിടെയൊക്കെ അസ്വസ്ഥതയും അസമാധാനവും ഉണ്ടാകുന്നു അതിന് കാരണം മനുഷ്യന്റെ മനസ്സിലെ കാലുഷ്യമാണ്. എന്ന് പറഞ്ഞാൽ തിന്മയും സ്വാർത്ഥതയാണ്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥലവും ആരുടെയും സ്വന്തമാണെന്ന് പറയാം. അമേരിക്കക്കാർക്ക് മാത്രമുള്ളതല്ല അമേരിക്ക, അല്ലെങ്കിൽ യൂറോപ്യർക്ക് മാത്രമുള്ളതല്ല യൂറോപ്പ്, ഇന്ത്യക്കാർക്ക് മാത്രമുള്ളതല്ല ഇന്ത്യ. ഈ മനുഷ്യകുലത്തെ ഏതൊരു മനുഷ്യനെയും സ്വീകരിക്കുവാനുള്ള ഹൃദയ വിശാലത, നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് തന്നെ അതല്ല, സഹിഷ്ണുതയുടെ, വിശാലതയുടെ. ഇന്ത്യൻ ഫിലോസഫി ഞാൻ പഠിച്ച കാലഘട്ടം ഞാൻ ഓർക്കുകയാണ് ആദിവാസി സെമിനാരിയില്.
അവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒരു പ്രൊഫസറാണ് ഞങ്ങളെ ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിച്ചത്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ ഫിലോസഫിയുടെ പ്രത്യേകത അതിന്റെ കാത്തലിക് നേച്ചറാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നേച്ചർ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ബഹുസ്വരത ഉണ്ടായത്. മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, പാഴ്സികള്, ജൈന മതക്കാര്, ഹിന്ദു മതക്കാര് എല്ലാവരും ചേർന്നുള്ള ജീവിത സാധ്യത. നിർഭാഗ്യവശാല് ഇന്ന് ചില കലുഷിത മനസ്സുകൾ, ഇടുങ്ങിയ ചിന്താഗതികളോടെ മറ്റുള്ളവരെത്തും. കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ നിന്നൊരു മനുഷ്യൻ, അറിവുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ധാർഷ്ട്യത്തോടെയാണ് ഒരു പാസ്റ്ററിനെ അവഹേളിക്കുന്നത് കണ്ടത്. അദ്ദേഹത്തിന്റെ ആ വീഡിയോ വൈറലായിരിക്കില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ചെറിയ ഒരു ശതമാനം ആളുകള് ഈ തിന്മയും സ്പർദ്ധയും വെറുപ്പും വിദ്വേഷവും വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാലഘട്ടത്തിലും ഈ ചരിത്രത്തിൽ ഇത്തരക്കാരുണ്ടായിരുന്നു. അത് എല്ലാ മതത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് ഒരു മതത്തെയും അവഹേളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. പക്ഷേ അത്യധികമായ സഹിഷ്ണുതയും സാഹോദര്യവും മാത്രമേ നമ്മുടെ ഇടയിൽ സമാധാനം കൊണ്ടുവരികയുള്ളൂ എന്നാണ് മാലാഖമാർ പാടിയ അർത്ഥം. അത് നമ്മുടെ ജീവിതത്തിന്റെ സത്യമാണ്, തിരിച്ചറിയുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ ഈ ക്രിസ്മസ് സന്ദേശത്തിൽ എല്ലാവരും പങ്കുചേർന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ഉപരാഷ്ട്രപതി സർവശ്രീ CP രാധാകൃഷ്ണൻ അവറുകൾ പറഞ്ഞത് ക്രിസ്തീയ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ആ സുവിശേഷമാണ് ഈ നാട്ടിൽ എല്ലാവരും അറിയേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. വി ആർ വിത്ത് യു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ഈ നാടിന്റെ അന്തസത്ത എന്ന് പറയുന്ന സഹിഷ്ണുതയാണ്. അതിന്റെ അടിസ്ഥാനം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. CP രാധാകൃഷ്ണൻ അവർ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. അദ്ദേഹം ഇന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മോഡിജിയോട് അദ്ദേഹം ഭരണം ഏറ്റെടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ ഭരണം ഏത് ധാർമ്മികതയെ അടിസ്ഥാനമാക്കിയായിരിക്കും? അത് ബൈബിളിലെ ധാർമ്മികതയാണോ, ഖുറാനിലെ ധാർമ്മികതയാണോ, അതോ ഭഗവത്ഗീതയിലെ ധാർമ്മികതയാണോ? അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത്, ഞാൻ ഭരണം ഏറ്റെടുക്കുമ്പോൾ പാലിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. The Constitution of India is the basis of my rule എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ നരേന്ദ്രമോദിജി പറഞ്ഞു എന്ന് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ CP രാധാകൃഷ്ണൻ പറയുന്നത് നേരിട്ട് കേട്ട ഒരാളാണ്. റൈറ്റ്, തീർച്ചയായും ഇപ്പോൾ പ്രധാനമന്ത്രിയെ കുറിച്ച് തന്നെയാണ് ഫാദർ പറയുന്നത്. അതേ പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിലെ ഒരു ചർച്ചിൽ പ്രാർത്ഥനാ ചടങ്ങിലടക്കം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഫാദർ ഇത്തരം ചില അസ്വസ്ഥതകൾ, അത് ചില കോണുകളിൽ നിന്ന് ഉയരുന്ന അസ്വസ്ഥതകൾ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ അസ്വസ്ഥതകൾ എന്നത് ഫാദർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതൊരു പൊതുവായ അസ്വസ്ഥതയായി കാണേണ്ടതില്ല, ഒറ്റപ്പെട്ട ചില അസ്വസ്ഥതകളാണ് എന്നതുപോലും ഫാദർ തന്നെ പറഞ്ഞു. ഈ പാസ്റ്ററെ അടക്കം എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത്, അതിപ്പോൾ ദൃശ്യങ്ങളൊക്കെ വൈറലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക പ്രത്യേകിച്ച് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന ഒരു നിരീക്ഷണം നടത്തിയാൽ അത് തള്ളിക്കളയാൻ സാധിക്കുമോ? ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ യശസ്സിനെ അത് കളങ്കം വരുത്തുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു ചെറിയ ന്യൂനപക്ഷം മനസ്സിന്റെ സങ്കുചിതത്വം കൊണ്ട് ഈ കാണിക്കുന്ന ഈ പ്രവൃത്തി ലോക ജനതയുടെ മുമ്പിൽ ഇന്ത്യയുടെ യശസ്സിനെ കളങ്കപ്പെടുത്തുക. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ സംസ്കാരത്തെയുമാണ് അവർ ആക്രമിക്കുന്നത്, അല്ലാതെ ക്രിസ്ത്യാനികളെ അല്ല ആക്രമിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. ഇവിടെയുള്ള ക്രൈസ്തവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നും ഇന്ത്യ അസ്വതന്ത്രയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. 1947 ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മളെല്ലാവരും ഒരുമിച്ച് സമരം ചെയ്ത് അഹിംസയുടെ മാർഗത്തില് സമരം ചെയ്ത് മഹാത്മജിയുടെ നേതൃത്വത്തില് സ്വാതന്ത്ര്യം നേടിയപ്പോൾ എല്ലാവർക്കും കൂടിയാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതൊരു ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, ഇന്ത്യയിലെ ഓരോ പൗരനുമാണ് ഈ സ്വാതന്ത്ര്യം. എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 25 പറഞ്ഞിരിക്കുന്ന മത സ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കുന്നത്? ഇത് ചിലരുടെയൊക്കെ വിചാരിച്ചത് എന്തോ ഔദാര്യമാണെന്നാണ്. ഞങ്ങൾ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന് തരുന്ന എന്തോ ഔദാര്യമാണ് ഈ മതസ്വാതന്ത്ര്യം. പക്ഷെ അത് അങ്ങനെയല്ല. ഇത് ഓരോ പൗരനും, ഇന്ത്യൻ പൗരനുമുള്ള അവകാശമാണ്. നമ്മൾ ഈ ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. മുസ്ലിമിനും
ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഈ അവകാശം തുല്യമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങൾ ക്രിസ്ത്യാനികളെ തേടി പിടിച്ച് ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇന്നലെ നിങ്ങൾ മുസ്ലിമുകളെ തേടി പിടിച്ച് ആക്രമിച്ചു. നാളെ നിങ്ങളിലെ തന്നെ മേലാളന്മാരായിരിക്കും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. ചാതുർവർണ്ണയത്തിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങളും പതിറ്റാണ്ടുകളും കഴിഞ്ഞ് വീണ്ടും ആ അടിമത്തത്തിന്റെ നുഖത്തിലേക്ക് ചില വർണ്ണ മേധാവികൾ ബോധപൂർവം ഈ ഇന്ത്യയെ നയിക്കുകയാണോ എന്ന് സംശയിച്ചാൽ കുറ്റപ്പെടുത്താനില്ല. ഇന്ന് ക്രിസ്ത്യാനികളുടെ മേൽ നിങ്ങൾ നീട്ടുന്ന വാളിന്റെ അറ്റം അല്ലെങ്കിൽ വാളിന്റെ കഥ നാളെ നിങ്ങളുടെ കഴുത്തിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് ഓരോ ഇന്ത്യൻ പൗരനോടും പറയാനുള്ളത്. യെസ്, എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം, വലിയ തിരക്കുള്ള സമയം ആണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം നന്ദി. എന്താണ് ക്രിസ്മസിന്റെ സന്ദേശമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതിന് ഫാദർ.